നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ജോയൻ ഗാംബർ ട്രോഫിയിൽ നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണയും അതുപോലെ തന്നെ മൊണോക്കോയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന ഈ മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് ബാഴ്സക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് ക്ലബ്ബ് ബാഴ്സയെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കമാറ, എംബോളോ, മാവിസ എന്നിവരാണ് മൊണോക്കോക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. ഇതോടെ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ജോയൻ ഗാംബർ ട്രോഫി FC ബാഴ്സലോണക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രീ സീസണിൽ മികച്ച രൂപത്തിൽ കളിച്ച ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ തോൽവി. അവരുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഈ ഒരു തോൽവിയെ വിലയിരുത്തിയിട്ടുണ്ട്. പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ വലൻസിയക്കെതിരെയുള്ള ആദ്യ ലീഗ് മത്സരത്തിൽ ടീം ഡിഫറന്റ് ആയിരിക്കുമെന്നും ഇദ്ദേഹം ഇപ്പോൾ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാഴ്സ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരിക്കലും നല്ല മത്സരമായിരുന്നില്ല. അമേരിക്കൻ ടൂറിൽ ഞങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. പക്ഷേ വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ ഒരു വ്യത്യസ്ത ടീമായിരിക്കും. ഞങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിൽ കൺട്രോളിന്റെ അഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഫിഡൻസും സ്പീഡും പാസിംഗ് അക്യുറസിയും ഒക്കെ കുറവായിരുന്നു. രണ്ടാം പകുതിയിൽ ഞങ്ങൾക്ക് ആ ഒരു തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ബാഴ്സയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ തോൽവി ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ഓഗസ്റ്റ് 17-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1 മണിക്കാണ് ബാഴ്സ ലാലിഗയിലെ ആദ്യ മത്സരം കളിക്കുക. എതിരാളികൾ വലൻസിയയാണ്. വലൻസിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.